ഓക്കെ അപ്പൊ എല്ലാവർക്കും വിമോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൊരു ഐറ്റാണ്. എന്താണെന്ന് അറിയൂ, മുടി കളർ ചെയ്യാൻ പോവാണ്. ഈ മുടി ഇതെന്തിനാ കളർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെന്താ ഇവിടേക്ക് കണ്ട മുടിയൊക്കെ പോയി കൊഴിഞ്ഞു പോയി, വയസ്സായില്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കളർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ്. എന്താവെന്ന് അറിയില്ല. നമ്മൾ അടിക്കാൻ പോകുന്ന കളറ് ഏതാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അടിച്ച് കഴിഞ്ഞിട്ട് ആ കളർ വരികയാണെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് കളർ ചെയ്യുന്നത് ആരാണ് ഈ കളർ ചെയ്യണേ? ഒരു പ്രശസ്ത എന്താ പറയുക ബ്യൂട്ടീഷ്യനാണ് നമ്മുടെ വീട്ടിൽ വലിച്ചു വരുത്തിയത് നിൽക്കണം. അപ്പോൾ ആളവിടെ എന്താ തലയിലിടുള്ള തൊപ്പിയൊക്കെ ഓട്ടിട്ടോണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിയാണ് ഹായ് കൊടുക്കുന്നുണ്ട്. ഇത് സാധനങ്ങൾ മറ്റേത് കാണിക്കില്ല. അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് അത് ഫോയിൽ പേപ്പറൊക്കെ ഉണ്ട്. നോക്കാം എന്തായാലും. ഞാൻ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നോക്കി നോക്കാം. ഇത് കൊള്ളാവും 150% ഉറപ്പാതാ പറയണത്. നോക്കി നോക്കാം. കാരണം മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇവിടെ ഒന്നും മുടിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ തലയിലിട്ടിട്ട് മുടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. മറ്റേതൊന്നും ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ 2-3 ഓട്ടൊക്കെ ഇട്ടു, പക്ഷെ റെഡി ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചൂടാക്കി. അതാണോ പപ്പട കമ്പി ഇല്ലേ? പപ്പട കമ്പി വെച്ച് ചൂടാക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഓട്ടടാൻ പോവാണ് കേട്ടോ. ചൂടാക്കിയിട്ട് എന്നിട്ട് ഓട്ടയിൽ കൂടെ വേണം മുടി വലിച്ചെടുക്കാനായിട്ട്. ചെയ് മോഡലിസ്റ്റ്. നോക്കട്ടെ. അമ്മ അതിന്റെ ഇടയിൽ കൂടെ ഇത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതാ ഒരു 1-2 ഓട്ടം അങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഓട്ടം പോലെ. വലുത് ടെസ്റ്ററൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നാടൻ രീതിയിലാണ് മുടി കളർ ചെയ്തോണ്ടിരിക്കണേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിത് വിജയിക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാരും വരിക മുടി കളർ ചെയ്യാൻ 10,000 രൂപ. ഓക്കെ. ഞങ്ങൾ ഐഡിയ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടാ. അടുപ്പ് മാറ്റിയിട്ട് ഇതേ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആക്കി. അത് റെഡി ആവണില്ല. ഓളിടുന്നത് ഇത് റെഡി ആവുക. റെഡി ആവണ്ടോ? സക്സസ്. ഇതാരാ? ഷമ്മിയോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇട്ടോടിയാ കുഴപ്പമില്ല, വെറുതെ ചെക്ക് ചെയ്യാനല്ലേ. ഇത് തലയിൽ ഇട്ടോക്കാണ് കേട്ടാ. എന്താണ് ഇപ്പൊ മേജർ മഹാദേവനായാലും ആയി സുന്ദരനായി റെഡിയാ കൂടി. ഇത് മറ്റേ റബ്ബറിന്റെ ഒരു സാധനല്ലേ ഇടുക? എന്തായാലും ആകുമ്പോ ഇത് കിട്ടണ്ട. അപ്പൊ മുടി പെട്ട തലയായോണ്ടേ മുകളിലൊന്നും മുടി കിട്ടണില്ല. ഇത് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്, ഒറിജിനൽ അല്ല. എന്നാ ശരി, ഇനി ഞങ്ങൾ അടുത്ത പണി. ഇനി എന്താ പരിപാടി? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇനി ബ്ലീച്ചിലേക്ക് കടക്കാൻ പോകണം. ബ്ലീച്ചിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇന്ന് ഓക്സിഡൈ ലൈഫ്. എന്താ ഇത്? ഓക്സി ലൈഫിന്റെ ബ്ലീച്ചാണ് കേട്ടോ. കാരണം നല്ല ബ്ലീച്ച് ഒന്നും കിട്ടിയില്ല. അല്ല, ഇത് നല്ല ബ്ലീച്ചാണ്. ഓക്കെ, ഇത് നല്ല ബ്ലീച്ചാണ് പറയണ കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമ്മള് മുടിയുടെ കറുപ്പ് കളർ ആദ്യം എങ്ങനെയാടി? ബ്രൗൺ പിഗ്മെന്റ് ഫുള്ള് കളയാം. എന്നിട്ട് നമ്മള് ഫ്രീ ലൈറ്റിംഗ് ചെയ്തിട്ട് കളർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്നല്ല അറിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ബാക്കിൽ നമ്മൾ ഈ തൊപ്പി ഇടുന്നില്ല. ഈ തൊപ്പിക്ക് ഇവിടെ ലൂസ് ഉണ്ടോ? ഈ തൊപ്പി അല്ല നമ്മൾ യൂസ് ചെയ്യാറ്. ശരി, അപ്പൊ ബാക്കിൽ നമ്മൾ പാച്ച് ചെയ്യാനുള്ള അലുമിനിയം ഫോയിൽ അനുസരിച്ച് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മള് ഇതാക്കാൻ പോവാണ്. അതിന് കഷ്ണാക്കിയില്ലേ? ഇങ്ങനെ പീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സംഭവമൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ നല്ല രീതിക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മളിത് വീട്ടിലുള്ള സാധനം ഈ ക്ലിപ്പൊക്കെ അമ്മയുടെ ക്ലിപ്പ് അടിച്ച് മാറ്റിയതാണ്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നുണ്ടാവും. നോക്കാൻ എന്താവും തമ്പുരാനറിയാം. ശരി, ചെയ്. കട്ടി അടുത്ത റെഡി എടുക്കാം. ഈ കളർ ഏത് കളറാവും നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഇപ്പൊ തന്നെ വീഡിയോ മുഴുവനാവണായിട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. വിജയിച്ചു പറയാൻ പറ്റുന്ന നോക്കാം.
ഇതാണ് ബ്ലീച്ച്. നമ്മള് ഇങ്ങനത്തെ 3 വാങ്ങിയിട്ടുണ്ട്. ഓക്സി ലൈഫിന്റെ അടിപൊളി സാധനം പറഞ്ഞത് 85 രൂപ. 85 രൂപ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. 3 എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ. നമ്മളിപ്പോ കടയിൽ പോയിട്ട് ഈ കളർ ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും? 3000 രൂപ വരും എന്നാണ് പറഞ്ഞത്. 3000 രൂപ. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ട് വെറും 5000 രൂപ ആയിട്ടുള്ളൂ. ഇല്ലട്ടോ, ഇതിന് 85ന്റെ 3 അപ്പൊ ഒരെട്ടിട്ട് 124 240 15 255 രൂപ ഇതിന് മാത്രം. പിന്നെ ക്രീമിന് 400 രൂപ അല്ലേ ഉള്ളൂ. 400 രൂപ ഒരു കളർ വാങ്ങിയിട്ടുണ്ട്, അതിന് 400 രൂപ. അപ്പൊ 200 400 600 700 മൊത്തൊരു. പിന്നെ ഇതിലൊരു 30 രൂപ. പിന്നെ അലുമിനിയം ഫോയിൽ അത് ഇന്ന് ഞങ്ങളിവിടെ അൽഫാം ഉണ്ടാക്കണ്ട, അതിന് കൂട്ടി വാങ്ങിയതാണ്. അതിന് 100 രൂപ. അപ്പൊ മൊത്തം ഒരു 1000 രൂപ കളറില്. ഈശ്വര 1000 രൂപ ഒക്കെ ഇത്രയായോ? ഇങ്ങനെ ഒരാള് നിർബന്ധമാണ്. എന്റെ വൈഫിന് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഞാനുണ്ടല്ലോ മാച്ച് ചെയ്യാൻ പോവാണെന്ന് പറയണത്. കളർ കിട്ടുന്നുണ്ടോ? ഇതൊക്കെ വരുന്നുണ്ടോ വീഡിയോയില്? വരുന്നുണ്ട്. ഓക്കെ, ബ്ലീച്ച് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തു. ഇനി ഇത് തേക്കണത് എടുക്കണം എന്തായാലും. ഹലോ ഗൈസ്, what happened to my hair? എന്റെ ഹെയറിനൊന്ന് പറ്റിയിട്ടുണ്ട്. എല്ലാം ചതിച്ചതാ. ഓക്കെ, അപ്പൊ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഈ കളറായിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ബാക്കിൽ എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. ഇവിടേക്ക് ഇത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കളറാണ്. ഇനി ഇതിന്റെ കളർ വേറെ ഒന്നുകൂടി മാറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ ശ്രമിച്ചു നോക്കട്ടോ, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഫൈനൽ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് തമ്പുരാനറിയാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഫൈനൽ ടച്ചപ്പ് അടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോക്കട്ടെ എന്താ എന്നുള്ളത്. അടിക്കണി. ഇത് ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, കമ്പനി കുറ്റക്കാരല്ല എന്നാണ് ഇവര് പറയുന്നത്. ബേക്കാണ് അത് കുറച്ച് ബേക്കടിക്കുന്ന അധികം. ഓക്കെ, സഭ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എടുക്കട്ടെ. അതും ബെറ്റർ. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കാതെ ഗുമ്മില്ല. നോക്കട്ടെ എന്താ. ഓക്കെ, അപ്പോ അത് ഇനി കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് പരിപാടി. അശോകന്റെ പോലത്തെ കൂട്ടി. ഓക്കെ ഓക്കെ ചീർപ്പൊടി ഇനി അതിലിട്ടല്ല കേട്ടോ. ഓക്കെ, ഇതേ ഫൈനൽ കളർ കേട്ടാ. ഇത് പക്കയാവാൻ സാധ്യതയില്ല, കാരണം ഞങ്ങൾ കുറെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവും ഏതാവും എന്നുള്ളതിൻ്റെ ഒരു പിടുത്തമില്ല. പക്കയായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സാധനം ഫെസിലിറ്റീസ് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ ഇത്രയും പൈസ വാങ്ങണതും. അല്ലാതെ വേറെ ഒന്നുമില്ല. കുറെ ചെയ്യാനുള്ള ഉപകരണങ്ങൾ വേണം, പിന്നെ ക്ഷമ വേണം, പിന്നെ അറിയും വേണം. നിന്നല്ല അതിന്റെ കൂടെ കളി കുഞ്ഞിയൊക്കെ നിൽക്കട്ടല്ലോ. നോക്കാം നമുക്ക്. എന്താ ഞാൻ വീഡിയോ കട്ട് ചെയ്യട്ടെ. കളർ പറയണ്ട, കളർ വന്നിരിക്കും മോശമാണ്. അതുകൊണ്ട് നമ്മളിപ്പോ കളർ പറഞ്ഞിട്ടില്ല എന്താ ഏത് കളർ അടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താണ് ഔട്ട്ലുക്ക്. ഓക്കെ, അപ്പൊ അത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പച്ച കളറാണ്. നിങ്ങൾക്കിത് ഫോണിൽ തീരെ കാണാനില്ല കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അത് ഫോണിൽ കറക്റ്റായിട്ട് കാണാനില്ല എന്നുള്ളതാണ് സത്യം. നേരിട്ട് നല്ലോണം അറിയാനുണ്ട്. അത് എന്താ സംഭവം എന്ന് അറിയില്ല. ഫോണിൽ അധികം അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല. എന്തായാലും അടിപൊളിയായി, എനിക്കിഷ്ടമായത്. ഫുള്ള് വച്ചാണ് കേട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്.
കാരണം നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് ഫോണിൽ കിട്ടുന്നില്ല, പക്ഷെ നേരിട്ട് പക്കയായിട്ട് കാണാനുണ്ട്. ഓക്കെ, ടാറ്റ.